ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കായ ബജിയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് 3 കായാണ് എടുത്തിട്ടുള്ളത്. ബജിക്കായ എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ കായാണ് കേട്ടോ വേണ്ടത്. പിന്നെ ഒരു കഷ്ണം കായ എടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് അലിയട്ടെ. ഇനി കായത്തിൻ്റെ പൊടിയാണുള്ളതെന്ന് വെച്ചാൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ താല്പര്യത്തിനനുസരിച്ചിട്ട് 1/2 ടീസ്പൂൺ വരെ എടുക്കാം. കൂടി പോവരുത്, കയ്പ്പരസം വരും. ഇനി നമുക്ക് കായ തോല് കളഞ്ഞെടുക്കാം. ഇത് വേഗം തന്നെ ചീന്തിപ്പോരും കേട്ടോ. ഇപ്പോൾ 3 കായും തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നീളനെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ ബജി ഉണ്ടാക്കുമ്പോൾ കായ ശരിക്കും വേവില്ല. ഇപ്പോൾ ഇതെല്ലാതും കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ക്രിസ്പിന് വേണ്ടിയിട്ട് ചേർത്താണ്. ചേർക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. കടലപ്പൊടി മാത്രം മതി എന്ന് വെച്ചാൽ അത് മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും പിന്നെ 1 ടീസ്പൂണും കൂടി എടുത്തിട്ടുണ്ട് മുളക് പൊടി. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച കായം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇതിപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ മാവാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും എടുക്കുന്ന മാവിൻ്റെ വ്യത്യാസത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരാം. ഞാനിപ്പോൾ ഇതിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസും 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ എനിക്ക് വേണ്ടി വന്നത്. അത് ഓരോരുത്തരുടെ മാവിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഈ ഒരു പാകമാണ് കേട്ടോ വേണ്ടത്. ഇത് ഒരുപാട് കട്ടിയാവാനും പാടില്ല, എന്നാൽ ലൂസാവാനും പാടില്ല. ഈ ഒരു പാകമാവണം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഗ്യാസ് കത്തിച്ച് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബജി ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇത് വെളിച്ചെണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണം. അപ്പം മുങ്ങാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. തീ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വെക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി എന്നറിയാൻ ഇതിലേക്ക് മാവൊന്ന് ഒറ്റിച്ചു കൊടുക്കാം. അത് പെട്ടെന്ന് പൊന്തി വന്നാൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസും മാവിൽ മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. ഇനി ഇത് ഒരു ഭാഗം മൊരിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഗോൾഡൻ നിറമാവുമ്പോൾ ഇത് കോരിയെടുക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ മാവിൽ മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ കോരിയെടുക്കാം. ഇത് കോരിയെടുത്താലും ഇരുന്നിട്ടൊന്ന് കളർ മാറും കേട്ടോ. ഇനി ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ പൊരിച്ചെടുക്കാം. ഇത് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് പൊരിച്ചെടുക്കരുത്, വെളിച്ചെണ്ണ കുടിക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് എടുക്കാൻ നേരത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം എടുക്കാൻ. അങ്ങനെ മീഡിയം ഫ്ലെയിമിലും ഹൈ ഫ്ലെയിമിലും ആയിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഇതെല്ലാതും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബജിയിൽ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ഉണ്ടാക്കാൻ 2 സബോളയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി കൂടുതൽ ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ സബോളയുടെ എണ്ണം കൂട്ടാം. സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് വയ്ക്കാം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ബജിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണ്. ഇനി നമുക്ക് ബജി ഉണ്ടാക്കാൻ തുടങ്ങാം.
ഈ ബജ്ജിയും ചമ്മന്തിയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കാനും വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനിയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.